ഹായ്, ഷീജാസ് ജേർണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് ചീനച്ചട്ടിയിലിട്ട് ഇളക്കുന്നത് ഒരു 2-3 വറ്റൽമുളകാണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ചോറിൻ്റെ കൂടെ ചമ്മന്തിയും പിന്നെ മെഴുക്കുപുരട്ടിയും ഒരു മുട്ട ഓംലേറ്റും ഒക്കെയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ചമ്മന്തിയും മുട്ട ഓംലേറ്റും ഒക്കെ കഴിക്കാനായിട്ട് തോന്നിയേ. അപ്പോൾ ആ വീഡിയോ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു. അപ്പം വല്ലപ്പോഴും അല്ലേ ചമ്മന്തിയൊക്കെ അരയ്ക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഇച്ചിരി ഇഞ്ചിയും വറ്റൽമുളകും കുറച്ച് വാളംപുളിയും കുറച്ചും ഉപ്പും ഒരു ചെറിയ ഉള്ളിയൊക്കെ വെച്ചിട്ട് ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ട്. ചമ്മന്തി അരച്ച് മാറ്റി വെച്ചു. അടുത്തായിട്ട് മെഴുക്കുപുരട്ടി ഉണ്ടാക്കുവാണേ. അപ്പം മെഴുക്കുപുരട്ടിക്കായിട്ട് ഞാൻ പാവയ്ക്കായും കോവയ്ക്കായുമാണ് എടുത്തേക്കുന്നത്. അപ്പം കുറേശ്ശേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടും. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് എന്നാൽ മെഴുക്കുപുരട്ടി വെച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനായിട്ട് ഞാൻ സബോളയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. കൊച്ചുള്ളി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ സബോള ഇട്ടങ്ങ് പിന്നെ മെഴുക്കുപുരട്ടി വെച്ചേക്കാമെന്ന് വെച്ചേ. അപ്പം കൊച്ചുള്ളി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, പിന്നെ സബോള അരിഞ്ഞു വെച്ചതും ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ടേ. കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ അതിൻ്റെ കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി ഇത് പച്ചമണം മാറിയിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ പാവയ്ക്കായും കോവയ്ക്കായും കൂടെ അരിഞ്ഞ് വെച്ച് ഒന്ന് ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് തട്ടിപ്പൊത്തി വെച്ച് മൂടി വെച്ച് വേവിക്കുക. വെള്ളം ചേർക്കണ്ട. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ മെഴുക്ക് പുരട്ടി ഒരു ടേസ്റ്റ് കാണത്തില്ല. അപ്പം എണ്ണയ്ക്കകത്ത് തന്നെ ഇരുന്ന് വേകുന്നതായിരിക്കും ടേസ്റ്റേ. അപ്പം ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടിക്ക് പിടിക്കാതിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ മുട്ട ഓംലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ സവോളയാണ് എടുത്തിരിക്കുന്നത്. സവോളയും എരിഞ്ഞ് കുറച്ച് ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. ഒരു പച്ചമുളകും കൂടെ ചേർത്ത് മുട്ട പൊട്ടിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഓംലേറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് മുട്ടയും കൂടെ പൊരിച്ചെടുത്ത് പിന്നെ 2 പപ്പടവും കൂടെ ഞാൻ പൊള്ളിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഊണ് നല്ല കുശാലായ ഊണായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വായിൽ വെള്ളം ഊറുന്നുണ്ടായിരിക്കും. ഞാൻ ഇങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ച് അല്ലെങ്കിൽ മെഴുക്കുപുരട്ടിയൊക്കെ വെച്ച് മുട്ട ഓംലേറ്റൊക്കെ ഉണ്ടാക്കുമ്പം ഗൾഫിലുള്ളവരുടെ ഒരു സാഹചര്യം ഞാൻ ചില സമയം ഭക്ഷണമൊക്കെ കഴിക്കാൻ നേരം ഓർക്കാറുണ്ട് കേട്ടോ. എന്നാന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ഇതിനൊന്നും സമയം കാണത്തില്ല. എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ വെക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ടേസ്റ്റ് ഒരിക്കലും പിന്നെ പുറത്തുള്ള നാടുകളിലുള്ളവർക്ക് കിട്ടത്തില്ല. അപ്പം നാട്ടിൽ വരുമ്പോഴൊക്കെ ആയിരിക്കും എല്ലാവരും ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് അല്ലേ. അപ്പം ഞാൻ എന്താണേലും ചമ്മന്തിയും മുട്ട ഓംലേറ്റും മെഴുക്ക് പുരട്ടിയും പിന്നെ പപ്പടവും ഒക്കെ കൂട്ടി ചോറ് കഴിക്കട്ടെ. നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഇന്നത്തെ ഭക്ഷണം എനിക്ക് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇച്ചിരി അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ വേറെ അച്ചാറില്ലായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും താങ്ക് യു.